أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فما تنفعهم شفاعة الشافعين فما لهم عن التذكرة معرضين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണം എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശഫാഅത്ത് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ ശഫാഅത്തുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പൊതുവെ ശഫാഅത്തിന്റെ വിഷയത്തിൽ പല തട്ടുകളിലായിക്കൊണ്ടാണ് ഇന്ന് ആധുനിക സമൂഹവും മുമ്പ് കഴിഞ്ഞുപോയ സമൂഹവും ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ശഫാഅത്ത് തീരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പാടെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവരാണ് മുഅത്തസിലിയത്തും ഖവാരിജുകളും. അതിനൊരു കാരണമുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ആദർശപ്രകാരം ഈ ലോകത്ത് മുഅ്മിനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ വ്യഭിചാരം, മദ്യപാനം തുടങ്ങിയ മഹാപാപങ്ങൾ ചെയ്താൽ ഖവാരിജുകൾ പറയുന്നത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അവൻ കാഫിറാവുകയും ചെയ്തു എന്നാണ്. തീവ്രമായ ഒരു ചിന്തയാണത്. അവരാണ് എല്ലാവരെയും കാഫിറാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയ ജനസമൂഹവും. മുഅത്തസിലിയാക്കൾ പറയുന്നത് ഈമാനുള്ള ഒരു വ്യക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള മഹാപാപങ്ങൾ ചെയ്താൽ അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നു, എന്നാൽ കുഫറിലേക്ക് എത്തുന്നതുമില്ല. ഖവാരിജുകൾ പറഞ്ഞു കുഫറിലേക്ക് എത്തും, ഇവർ പറഞ്ഞു കുഫറിലേക്ക് എത്തുകയില്ല. ചുരുക്കത്തിൽ രണ്ടുപേരും ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് എന്ന് പറയുന്ന വാദക്കാരാണ്, മഹാപാപം ചെയ്ത ആളുകൾ. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു മഹാപാപം ചെയ്താൽ അവന്റെ ഈമാനിൽ കുറവ് വരുന്നു. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ച് ഒരു ഫാസിഖ് എന്ന് മാത്രമേ പറയാവൂ. അവൻ കാഫിറാണെന്ന് പറയാൻ പാടില്ല മദ്യപിച്ചതുകൊണ്ട്, അവൻ കാഫിറാണെന്ന് പറയാൻ പാടില്ല വ്യഭിചരിച്ചതുകൊണ്ട്. നേരെ മറിച്ച് അവൻ ഫിസ്ഖാണ് ചെയ്യുന്നത്, അവൻ ഫാസിഖാണ്. മുഅ്തസിലിയാക്കളുടെ വിശ്വാസം പോലെ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നു എന്നിട്ട് കുഫറിലേക്ക് എത്തുന്നില്ല എന്നുള്ള ആ ഒരു വാദവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനില്ല. എന്നാൽ ഈ മുഅ്തസിലിയാക്കളും ഖവാരിജുകളും ഇങ്ങനെ മഹാപാപം ചെയ്ത് ജീവിച്ച ഒരാൾ നാളെ പരലോകത്തേക്ക് എത്തിയാൽ അവന്റെ അവസ്ഥ പറയുന്നത് അവർ നരകത്തിൽ ശാശ്വതരാണ്, ഒരു കാലത്തും അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നാണ്. അതേ സ്ഥാനത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ച മനുഷ്യൻ ശിർക്ക് ചെയ്യാതെ ജീവിച്ച് പോയവനാണ് എങ്കിൽ അവൻ ചെയ്ത മറ്റു തിന്മകൾക്കുള്ള ശിക്ഷ നരകത്തിൽ നൽകിയ ശേഷം പ്രവാചകന്റെ ശഫാഅത്തിലൂടെ അവരെ പുറത്തേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. ഖവാരിജുകളും മുഅ്തസിലിയാക്കളും പറഞ്ഞു ഇല്ല, അവർ നരകത്തിൽ ശാശ്വതരാണ്. അപ്പൊ പിന്നെ ശഫാഅത്തിന്റെ ഹദീസോ അവർക്കതിൽ നിഷേധിക്കേണ്ടി വന്നു. കാരണം അവർ കാഫിറുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സ്വന്തമായ ചില വിശ്വാസങ്ങളും ആദർശങ്ങളും സ്വയമായി ആദ്യം പടച്ചുണ്ടാക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ചിലപ്പോൾ ചില ഹദീസുകൾ നിഷേധിക്കേണ്ടി വരും. അങ്ങനെയാണ് ഖവാരിജുകൾക്കും മുഅ്തസിലിയാക്കൾക്കും ശഫാഅത്തിന്റെ ഹദീസുകളെ നിഷേധിക്കുകയും ശഫാഅത്തിനെ പാടെ എതിർക്കുകയും ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് നിഷേധത്തിന് നയവുമായി നീങ്ങുന്ന ഖവാരിജുകളും മുഅ്തസിലിയാക്കളുമുണ്ട്. മറുഭാഗത്ത് ഞാനിവിടെ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല,
എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഞാനൊക്കെ ചില ത്വരീഖത്തിന്റെ ആളായി കഴിഞ്ഞാൽ, ചില ശൈഖന്മാരെ എന്റെ നേതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരുടെ മുരീദായി ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ പാപഭാരങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ നാളെ അവർ പരലോകത്തുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുമുണ്ട്. അവിടെ എനിക്ക് ശഫാഅത്തിന് വേണ്ടി ആളുകളുണ്ട്, അതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളുകളും ഈ ലോകത്തുണ്ട്. ഇത് രണ്ടിനും ഇടയിലാണ് അഹ്ലുസുന്നയുടെ ശഫാഅത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഒരിക്കലും പരലോകത്ത് നടക്കുന്ന ശഫാഅത്തിനെ ഇഹലോകത്ത് നടക്കുന്ന ശഫാഅത്തുമായി നമ്മൾ ബന്ധപ്പെടുത്തരുത്. ആ ശഫാഅത്തും ഈ ശഫാഅത്തും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. കാരണം ഇവിടെ നടക്കുന്ന ശുപാർശകൾ എന്തിന്? ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അവിടെയുള്ള ചില ആളുകളുമായി എനിക്ക് ഇടപെടേണ്ടി വരും. പക്ഷെ എനിക്ക് നേരിട്ട് അവരുമായി ബന്ധമില്ല. അപ്പോൾ ഞാൻ ഇടയിൽ മറ്റൊരാളെ സ്വീകരിക്കുന്നു, ആ വ്യക്തിയോട് പറയുന്നു, ആ വ്യക്തി എനിക്ക് വേണ്ടി മുന്നിലുള്ള ആളോട് ശഫാഅത്ത് നടത്തുന്നു, ശുപാർശ നടത്തുന്നു. അങ്ങനെ ശുപാർശ നടത്തുമ്പോ ഇവിടെ എന്താ സംഭവിക്കാറുള്ളത്? ഞാൻ ഇടയാളനായി സ്വീകരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെയും മുകളിലുള്ള ആളോട് പോയിട്ട് പറയണം, ഇതാ എനിക്ക് വേണ്ടിയാണ് ശുപാർശ നടത്തുന്നത്, അദ്ദേഹം ഇന്നയാളാണ്, ഇന്ന നാട്ടുകാരനാണ്, ഇന്ന പ്രദേശത്തുകാരനാണ്, നമ്മുടെ ഇന്ന കാര്യങ്ങളൊക്കെ ഇടപഴകുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ ആരെയാണോ മധ്യമനായി സ്വീകരിക്കുന്നത് ആ വ്യക്തിക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നു. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശഫാഅത്തുകളുണ്ട്, മലക്കുകൾ നടത്തുന്ന ശഫാഅത്തുണ്ട്, ഔലിയാക്കന്മാർ നടത്തുന്ന ശഫാഅത്തുകളുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ നടത്തുന്ന ശഫാഅത്തുകളുണ്ട്. ആ ശഫാഅത്തുകളിൽ ഒന്നും തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയിട്ട് ഇദ്ദേഹം ഇന്ന നാട്ടുകാരനാണ്, ഇന്നയാളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യവും നാളെ റബ്ബിന്റെ കോടതിയിലോ അതിനപ്പുറമുള്ള ആ മേഖലകളിലോ സന്ദർഭങ്ങളിലോ അള്ളാഹിന്റെ മുമ്പിൽ ആവശ്യമില്ല. അങ്ങനെ ഒരാളെയും അള്ളാഹ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന് എല്ലാവരെയും കുറിച്ചും അറിയാം. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന ശുപാർശ അതല്ല പരലോകത്ത് നടക്കുന്നത്. മറ്റൊന്നെന്താണ്? എനിക്ക് വേണ്ടി ഞാൻ നിശ്ചയിച്ച വ്യക്തി അതിന്റെ മുകളിലുള്ള ആളോട് ശുപാർശ നടത്തിയിട്ട് ആ ശുപാർശ സ്വീകരിച്ചില്ല എങ്കിൽ അപ്പോൾ പിന്നെ മുകളിലുള്ള ആളുടെ അടുത്ത കൊല്ലത്തെ അവസ്ഥ കഷ്ടമായിരിക്കും. ചിലപ്പോൾ ആ സ്ഥാനത്തേക്ക് പിന്നെ അവൻ എത്തിക്കൊള്ളണമെന്നില്ല എന്നവന് ഭയപ്പാടാണ്. കാരണം എന്റെ ശുപാർശ സ്വീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിക്കുന്ന വ്യക്തിയുടെ ശുപാർശ സ്വീകരിച്ചേ പറ്റൂ. അല്ലാത്ത പക്ഷം ആ ഉന്നതമായ സ്ഥാനത്തേക്ക് ചിലപ്പോൾ ആ വ്യക്തി പിന്നെ എത്തിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെയില്ല. ഒരാളെയും അള്ളാഹുവിന് ഭയമില്ല, ഒരാളെയും അള്ളാഹുവിന് പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാറ്റിന്റെയും അധികാരിയാണ്, അവൻ മാലിക്കുൽ മുൽക്കാണ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന ശുപാർശ ഈ ലോകത്തെ ശുപാർശയുമായി ബന്ധമില്ല എന്നർത്ഥം സഹോദരന്മാരെ. ചുരുക്കത്തിൽ പരലോകത്ത് ശുപാർശയുണ്ട്. സമൂഹത്തിൽ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടക്കാറുണ്ട്. ഇവർ ശഫാഅത്തിനെ നിഷേധിക്കുന്നവരാണ്, ശഫാഅത്ത് ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ വസ്തുതാപരമായി മനസ്സിലാക്കുക, അല്ലാത്ത പക്ഷം അവിടെ പരലോകമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു, ഓരോ നബിമാരും ആ പ്രാർത്ഥനയിൽ ധൃതി കാണിച്ചു, അവർ അത് ദുനിയാവിൽ വെച്ച് പ്രാർത്ഥിച്ചു. വഅനഖ്തബഅതു ദഅവതി ശഫാഅത്തുൽ ഉമ്മത്തി യൗമൽ ഖിയാമ, ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ ഉമ്മത്തിന്റെ ശഫാഅത്തിന് വേണ്ടി പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അത് തീർച്ചയായും കിട്ടും ഇൻഷാ അല്ലാഹ്. മൻ മാത മിൻ ഉമ്മത്തി, ആർക്കാ കിട്ടുക? അതുകൂടി നമ്മൾ പഠിക്കണം. ആർക്ക് പ്രവാചകൻ ശഫാഅത്ത് കിട്ടും? മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയവനാണ് ആ ശഫാഅത്ത് കിട്ടുക. അപ്പൊ ശഫാഅത്ത് ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ശഫാഅത്ത് ആർക്ക് കിട്ടും? അതും പ്രവാചകൻ പഠിപ്പിച്ചു. ആർക്കാ കിട്ടുക? മൻ മാത മിൻ ഉമ്മത്തി ലം യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയവന് മാത്രമേ ആ ശഫാഅത്ത് കിട്ടുകയുള്ളൂ. കാരണം ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്തിന്റെ പരിപൂർണ അധികാരി അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ അനുവാദം വേണം നാളെ പരലോകത്തെ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ. നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും രണ്ട് നിബന്ധനകൾ പഠിച്ചു വെച്ചാൽ മതി. നാളെ പരലോകത്തെ നബിമാർ നടത്തുന്ന ശഫാഅത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശഫാഅത്ത്,
അത് നമുക്ക് ലഭിക്കണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ആ നിബന്ധന നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, അള്ളാഹു വെച്ച നിബന്ധനകളാണ്. എന്താണ് ആ നിബന്ധന? ഒന്ന്, അള്ളാഹു തആല പ്രവാചകനോട് പറയണം, പ്രവാചകരെ ശഫാഅത്ത് നടത്തിക്കോളൂ, അള്ളാഹിന്റെ അനുമതി കിട്ടണം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ ഇതിനില്ലാതെ, അള്ളാഹിന്റെ അനുമതിയില്ലാതെ ആരുണ്ട് ശഫാഅത്ത് നടത്താൻ? ആരും ഇല്ല എന്നർത്ഥം. അപ്പൊ റബ്ബ് പറയണം ശഫാഅത്ത് നടത്തിക്കോളൂ എന്ന്, അനുവാദം കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ നിബന്ധന എന്താ? ആർക്ക് വേണ്ടി ശഫാഅത്ത് നടത്തണം? അതും അല്ലാഹു തആല പറയണം. അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചാൽ മാത്രം പോരാ, ആ അനുമതി ലഭിച്ച വ്യക്തിയും തനിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയും ശഫാഅത്ത് നടത്താൻ പറ്റില്ല. നേരെ മറിച്ച് അല്ലാഹു തആല പറയണം, ഇതാ ഇന്ന ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തിക്കോളൂ. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് വേണ്ടിയല്ലാതെ ആരുടെയും ശഫാഅത്ത് ഫലം ചെയ്യുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശഫാഅത്തിന്റെ പരിപൂർണ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതാ ഖുർആൻ പറഞ്ഞത്, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, പറയൂ പ്രവാചകരെ, ശഫാഅത്തിന്റെ പരിപൂർണ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ശഫാഅത്ത് കിട്ടാൻ അല്ലാഹുവോട് തേടണം, ആ ശഫാഅത്ത് കിട്ടാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല അതിന് ആവശ്യമായ ചില കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ ബാങ്കിനു ശേഷം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അങ്ങനെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്താൽ ഹല്ലത്ത് ലഹു ശഫാഅത്തു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് എന്റെ ശുപാർശ ലഭിക്കും. അവിടെ അല്ലാഹുമ്മ സ്വല്ലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട്, റബ്ബന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഇതാ പ്രവാചകൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കണം. ശിർക്ക് ചെയ്താലോ ആ ശഫാഅത്ത് കിട്ടുകയില്ല. ഇത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടും, നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ്, ഇത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലിദിലൂടെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാം, റസൂലെ ശഫാഅത്ത് നൽകണമെന്ന്. എന്താ നമ്മുടെ ബുദ്ധി? ആലോചിക്കും. ഇതൊക്കെ സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിവില്ലായ്മയിലൂടെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശഫാഅത്ത് ലഭിക്കും, തീർച്ചയാണ്, നമ്മൾ ആരും എതിർക്കുന്നില്ല, ഉണ്ട്, വസ്തുതയാണ്. പക്ഷേ ആ ശഫാഅത്ത് കിട്ടണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു ശിർക്ക് ചെയ്യാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്, അത് അല്ലാഹുവോടാണ്. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയ ബൈത്തുകളിലോ അശ്ശഫാഅത ഹബ്ലനാ, ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ, ഫിൽ ഖിയാമത്തി മുശ്ഫിഖാൻ, ഖിയാമത്ത് നാളിൽ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ, വഅഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ സയ്യിദായ പ്രവാചകരെ ശഫാഅത്ത് നൽകണേ. ആരോടാ പ്രാർത്ഥന? ഇതിന് വലിയ തെളിവും അല്ലെങ്കിൽ വലിയ ചിന്തയൊന്നും വേണ്ട. ഒരു സാമാന്യമായ നിലയ്ക്കും ഈമാനോടുകൂടി നല്ല മനസ്സോടുകൂടി ചിന്തിക്കും, ആരോട് അവിടെ പ്രാർത്ഥന? അപ്പൊ ശിർക്ക് ചെയ്യരുത്, ശഫാഅത്ത് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോ, എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ, അതേ നമ്മളും ആ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി ശിർക്ക് ചെയ്യുക, അതല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ശഫാഅത്തിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു വിഷയം, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ശഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞ അല്ലാഹു, ശഫാഅത്ത് ഫലം ചെയ്യും എന്ന് പറഞ്ഞ അല്ലാഹു, അതിന് നിബന്ധന പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബന്ധന പറഞ്ഞു തന്ന അല്ലാഹു തആല, അതേ അല്ലാഹു പറയാണ് ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അവർക്ക് ശഫാഅത്ത് ഫലം ചെയ്യൂല. ആരാണവർ? അല്ലാഹുവിന്റെ ഈ നിബന്ധന തെറ്റിച്ചവർ. അപ്പൊ ആ നിബന്ധന തെറ്റിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അതൊരു വശം. ഇനി മറ്റൊന്ന്, പരലോകത്ത് നടക്കുന്ന ശഫാഅത്തുകൾ പലതരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത രൂപത്തിലുള്ള ശഫാഅത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രഗൽഭമായ ഒന്നാമത്തെ ശഫാഅത്തിനാണ് അശ്ശഫാഅത്തുൽ ഉലമാ അല്ലെങ്കിൽ അശ്ശഫാഅത്തുൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശഫാഅത്തിനുള്ള അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ. വബഅത്ഹു മഖാമൻ മഹ്മൂദാ അല്ലദീ വഅത്തഹു, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത ആ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ എത്തിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ബാങ്കിന് ശേഷം. അപ്പൊ ഈ ഒരു ശഫാഅത്തുൽ ഉലമക്കുള്ള അവകാശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. ഇതാണ് അശഫാഅത്തുൽ ഉലമ, അശഫാഅത്തുൽ കുബ്ര എന്ന പേരുകളിൽ അറിയപ്പെടുന്നത്. വിശദീകരിക്കുന്നില്ല, അതിന് ചുരുക്ക രൂപം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളുമായി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തന്റെ കയ്യിൽ ഒരു മാംസകഷ്ണം എടുത്തുകൊണ്ട് 1-2 തവണ അത് വായിലിട്ട് ചവച്ച് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടക്ക് സ്വഹാബത്തിനോട് പറയുകയാണ്, അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ ജനങ്ങളുടെ സയ്യിദായിരിക്കും, ഞാൻ നേതാവായിരിക്കും. ശരി, ഹൽ തദറൂന, നിങ്ങൾക്കറിയാമോ ഇന്നതാക്കാതെ എന്തുകൊണ്ടാണ് എന്ന്? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദിൻ, ഒരു സ്ഥലത്ത് അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടും, ആദ്യകാലക്കാരെയും അവസാന കാലക്കാരെയും. ഫയുബ്സിറുഹുമുൻ നായിറു വയസ്മഉഹുമുദ് ദാഇ, വിളിക്കുന്നവനെ കേൾക്കാൻ, നോക്കുന്നവരെ കാണാൻ, അങ്ങനെ എല്ലാവരെയും കാണാനും കേൾക്കാനും കഴിയുന്ന രൂപത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. വതദ്നു മിൻഹുമുശ് ശംസ്, അന്ന് അവരിലേക്ക് സൂര്യൻ അടുത്തു വരും. ഫയബ്ലുഗുൻ നാസ മിനൽ ഗമ്മി വൽ കർബി മാ ലാ യുതീഖൂൻ വലാ യതഹമ്മലൂൻ, സഹിക്കാൻ സാധ്യമല്ലാത്ത, അനുഭവിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അസഹ്യമായ ശക്തമായ ചൂടും പ്രയാസവും വിഷമവും അവരെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഫയഖൂലുൻ നാസ്, അപ്പോൾ ജനങ്ങൾ തമ്മിൽ പറയും, അലാ തറൗന ഇലാ മാ അൻതും ഫീഹി ഇലാ മാ ബലഗകും അലാ തൻദുറൂന മൻ യസ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും, നമ്മുടെ പ്രയാസം നമ്മൾ അറിയുന്നില്ലേ, നിങ്ങളുടെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, റബ്ബിലേക്ക് ശുപാർശയ്ക്ക് വേണ്ടി നമുക്ക് ഒരാളെ അന്വേഷിച്ചുകൂടെ? ആളുകൾ തമ്മിൽ സംസാരമാണ്. ഫയഖൂലു ബഅദുൻ നാസ് ലിബഅദ്, അങ്ങനെ ആളുകൾ അഭിപ്രായം പറയും, അബൂക്കും ആദം, ആദമായ നിങ്ങളുടെ ആദ്യ പിതാവുണ്ടല്ലോ, ആ ആദമിനോട് നമുക്ക് സംസാരിക്കാം. എന്തിനു വേണ്ടിയാ? ഒന്ന് വിചാരണ നടന്നു കിട്ടാൻ, വിചാരണയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയെങ്കിൽ എന്ന് ആ നിൽക്കുന്ന പ്രയാസത്തിന്റെ അവിടുത്തെ ഗൗരവം കൊണ്ട് ആളുകൾ ചിന്തിച്ചു പോവുകയാണ്. എന്നിട്ട് പ്രവാചകൻ സുനാസം പറയുന്നു, ഫയഅ്തൂനഹു, അങ്ങനെ ആളുകൾ ആദം നബിയെ സമീപിക്കും. ഫയഖൂലൂന, അവർ പറയും, യാ ആദം, അല്ലയോ ആദം, അൻത അബുൽ ബശർ, അൻത അബുൽ ബശർ, നിങ്ങളാണല്ലോ ആദ്യ പിതാവ്, ആദ്യ മനുഷ്യൻ. ഖലഖക്കല്ലാഹു ബിയദിഹി, അല്ലാഹു തആല നിങ്ങളെ തന്റെ കൈകൊണ്ട് പടച്ചു. അള്ളാഹുവിന് കൈയുണ്ട്, അല്ലാഹു തആല തന്റെ കൈ കൊണ്ട് പടച്ചത് 4 എന്നും ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പൊ ആദം നബിയെ അള്ളാഹു തന്റെ കൈ കൊണ്ട് പടച്ചിട്ടുണ്ട്. വനഫഖ ഫീക മിർ റൂഹിഹി, അല്ലാഹു തആല നിങ്ങളിൽ ആത്മാവിനെ ഊതിത്തരുകയും ചെയ്തിട്ടുണ്ട്. വഅമറൽ മലായികത ഫസജദൂ ലക, അങ്ങയുടെ മുമ്പിൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അവർ സുജൂദ് ചെയ്യുകയും ചെയ്തു. വസ്കനകൽ ജന്ന, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് താമസിപ്പിക്കുകയും ചെയ്തു. അലാ തശ്ഫഅ ലനാ ഇലാ റബ്ബിക, റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് നടത്തിക്കൂടെ, ഒന്ന് വിചാരണ ചെയ്യാൻ അള്ളാഹുവോട് പറഞ്ഞുകൂടെ? അലാ തറാ മാ നഹ്നു ഫീഹി വമാ ബലഗനാ, ഞങ്ങൾ എത്തിയ പ്രയാസവും ദുരിതവും നിങ്ങൾ കാണുന്നില്ലേ, അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദിമ മനുഷ്യനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? ഇന്ന റബ്ബി ഗലിബൽ യൗമ ഗൽബാ, എന്റെ റബ്ബിന് കോപിച്ചിരിക്കുകയാണ്. ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു, ഇതിന് മുമ്പ് എന്റെ റബ്ബ് അങ്ങനെ കോപിച്ചിട്ടില്ല, അങ്ങനെ എന്റെ റബ്ബ് കോപിച്ച ദിവസമാകുന്നു എന്ന്. വലാ യഗ്ലബു ബഅദഹു മിസ്ലഹു, ഇനി ഇതുപോലെ കോപിക്കുകയുമില്ല. വഇന്നഹു നഹാനി അനിശ്ശജറ, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ആ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിച്ചപ്പോൾ ഒരു മരം കൊണ്ട് എന്നെ വിലക്കിയിരുന്നു. ഫഅസൈതു, ഞാൻ അവിടെ അനുസരണക്കേട് കാണിച്ചു. നഫ്സി നഫ്സി നഫ്സി, എന്റെ കാര്യം, എന്റെ സ്വന്തം കാര്യം. ശഫാഅത്ത് പഠിക്കുന്നതോടൊപ്പം ഒന്നുകൂടി ആലോചിക്കുക, ഒരു തെറ്റ് മനുഷ്യൻ എന്ന നിലക്ക് സംഭവിച്ചു പോയതിന്റെ പേരിൽ നാളെ പരലോകത്തെ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി നിൽക്കുന്ന ഒരു ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു തന്റെ കൈകൊണ്ട് പടച്ച ആ മനുഷ്യൻ, അതാണ് അവസ്ഥ എങ്കിൽ ഞാനും നിങ്ങളൊക്കെ എങ്ങനെ നിൽക്കണം? ഞാനും നിങ്ങളൊക്കെ എങ്ങനെ വരണം നാളെ റബ്ബിന്റെ കോടതിയിൽ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് ഹബു ഇലാ ഗൈരി, എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്,
നിങ്ങൾ വേറെ ആരെയെങ്കിലും കണ്ടോളൂ, ഇദ്ഹബു ഇലാ നൂഹ്, നൂഹിനെ സമീപിച്ചോളൂ. നൂഹ് നബിയുടെ അടുക്കലേക്ക് വരികയാണ് അവർ. ഫയഅ്തൂന നൂഹൻ ഫയഖൂലൂൻ, എന്നിട്ട് പറയും, യാ നൂഹ്, അല്ലയോ നൂഹ്, അൻത അവ്വലുർ റുസൂലി ഇലാ അഹ്ലിൽ അർദ്, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ റസൂലാണ് താങ്കൾ. ഒരു സമൂഹത്തിലേക്ക് പ്രവാചകൻ എന്ന നിലക്ക് നിയോഗിക്കപ്പെടുന്ന ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തോടത് പറയും. മാത്രവുമല്ല, വഖദ് സമ്മാക്കല്ലാഹു അബ്ദൻ ശകൂറ, നിങ്ങളെക്കുറിച്ച് അല്ലാഹു തആല അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമ എന്നും പറഞ്ഞിട്ടുണ്ട്. അലാ തറാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ പ്രയാസം നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടിയും ഒന്ന് ശഫാഅത്ത് നടത്തിക്കൂടെ? അദ്ദേഹവും പറയും, എന്റെ റബ്ബിന് കോപിച്ചിരിക്കുന്നു, ഇങ്ങനെ ഇതുവരെ കോപിച്ചിട്ടില്ല, ഇനി കോപിക്കുകയുമില്ല. എന്ന് മാത്രമല്ല, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തെറ്റായിട്ട് തോന്നുന്നതാണ് അദ്ദേഹത്തിന്. എന്താണ് ആ തെറ്റ്? വഇന്നഹു ഖദ് കാന ലീ ദഅവത്തുൻ ദഅവതു ബിഹാ അലാ ഖൗമി, ഞാൻ എന്റെ ഖൗമിനെതിരെ പ്രാർത്ഥിച്ചു. ആ ഖൗമിൽ സമൂഹത്തിൽ 950 വർഷത്തോളം ദഅവത്ത് നടത്തിയിട്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ